വിധി ദിനത്തിന്റെ പിറ്റേന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത് സാക്ഷാൽ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. വെൽക്കം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. കേരള നിയമസഭാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം 85,000 കടന്ന ഭൂരിപക്ഷമാണ് അങ്ങ് നേടിയത്. ഇനി ഇത് ആര് തകർക്കുമെന്ന് നിശ്ചയമില്ല. ഏറ്റവും റെക്കോർഡ് ഉയർന്ന ഭൂരിപക്ഷം നേടിയതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രതീക്ഷിച്ചിരുന്നതാണ്. ഞങ്ങള് PMA സലാമിനോട് ചോദിച്ചിരുന്നു ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഏത് മണ്ഡലമായിരിക്കും കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം പോലും സംശയമില്ലാതെ PMA സലാം സാഹിബ് പറഞ്ഞു അത് മലപ്പുറമായിരിക്കും എന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അത് തന്നെ സംഭവിച്ചു. അങ്ങയുടെ രാഷ്ട്രീയം, പാർലമെന്ററി രാഷ്ട്രീയം തുടങ്ങുന്ന മലപ്പുറത്ത് തന്നെ അങ്ങേക്ക് ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷവും അല്ലേ? എന്ത് തോന്നുന്നു? ഓരോ ഹിസ്റ്ററി അല്ലേ അത്. നമുക്ക് ജീവിതത്തിൽ സന്തോഷം തോന്നുന്ന കാര്യമാണല്ലോ. തുടങ്ങിയ മണ്ഡലാണ്, തിരിച്ചു വന്നപ്പോൾ വലിയ വെൽക്കം കിട്ടി. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു അസാധാരണമായ വെൽക്കം. അത് തീർച്ചയായിട്ടും ചരിത്രത്തിൽ രേഖപ്പെട്ടു പോകുന്നതാണല്ലോ. ആ നിലക്ക് സന്തോഷമുണ്ട്. ഞാൻ നല്ല അണികളോടും അതുപോലെ തന്നെ പാർട്ടി പ്രസിഡന്റിനോടും ഒക്കെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. 1982 അങ്ങ് മലപ്പുറത്ത് നിന്ന് നിയമസഭയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒരു വൃത്തം അവിടെ പൂർത്തിയാക്കുന്നു അല്ലേ? എത്ര ദീർഘമായൊരു കാലം. ആ കാലത്തിനിടയിൽ എന്തെല്ലാം കണ്ടു, എന്തെല്ലാം കേട്ടു. ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? അങ്ങ് എത്രയോ തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചല്ലോ. അല്ല, അത് ഈ ഓരോ കാലഘട്ടത്തിലെ മത്സരങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. 80s 90s അങ്ങനെ അങ്ങ് നോക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലെ പൊളിറ്റിക്സ് അതാത് കാലഘട്ടത്തിൽ അത് വളരെ ലൈവാണ്, വളരെ എരിവും പുളിയും ഒക്കെ ഉള്ളതാണ്. അത് ആ കാലഘട്ടം അങ്ങനെ അസ്തമിക്കുന്നു, പിന്നെ പുതിയ കാലഘട്ടം വരുന്നു. ആ നിലക്ക് നോക്കുമ്പോൾ ഇപ്പോഴത്തും പറയുന്നത് പോലെ തന്നെ വളരെ ചൂടേറിയതും അതുപോലെ തന്നെ സജീവ ചർച്ചയുള്ളതുമാണ്. കാലഘട്ടങ്ങളുടെ ഒരു വ്യത്യാസം ഓരോ പതിറ്റാണ്ടുകൾക്കും ഉണ്ട്. ഞാനത് ഇങ്ങനെ കണ്ടു വന്നു എന്നുള്ളത് വളരെ ഒരു വലിയ അനുഭവം തന്നെയാണ്. ഇപ്പോൾ പുതിയ തലമുറ പുതിയ യുഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പുതിയ പ്രശ്നങ്ങളാണ്, പുതിയ വെല്ലുവിളികളാണ്. അതാണ് തലയിൽ നിറയെ. അവരൊക്കെ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന എല്ലാ പിന്തുണയും കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു നോട്ടം. പി കെ കുഞ്ഞാലിക്കുട്ടി, ഏപ്രിൽ വിധി എഴുതുന്ന സമയത്ത് അന്ന് വൈകുന്നേരം അങ്ങേക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത്രയും വലിയൊരു തരംഗം ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ടെന്ന്? കാരണം LDFന്റെ കോട്ടകളാണ് ഇളകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിലടക്കം 6 റൗണ്ട് പിണറായി വിജയൻ പിന്നിൽ പോയി. അല്ല, ഇത് പിന്നെ UDFന് അനുകൂലമായ വലിയൊരു തരംഗം വരും എന്നുള്ളത് കുറച്ച് കാലമായിട്ട് പിന്നെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അങ്ങ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. നിലമ്പൂർ ബൈ ഇലക്ഷൻ ടൈം ഉദാഹരണമായിട്ട് അന്ന് ഞങ്ങളൊക്കെ പ്രവചിച്ചതാണ്. പ്രതിപക്ഷതാവ് ഞങ്ങളൊക്കെ പറഞ്ഞതാണ് ഇത്ര ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വലിയ ഭൂരിപക്ഷം നേടും. അദ്ദേഹം അത് 100 എന്നൊക്കെ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ വളർന്നു വരുന്നുണ്ടായിരുന്നു. UDF നേതാക്കൾക്ക് മുഴുവൻ അത് അറിയാമായിരുന്നു. പാർലമെൻറ്റും ഒക്കെ അങ്ങനെ തന്നെയല്ലേ വന്നത്. അപ്പോൾ UDFന് അനുകൂലമായ ഒരവസ്ഥയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഈ എക്സിറ്റ് പോളൊക്കെ വന്നപ്പോൾ അത് ശരിയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. ഈ 2001 സമാനമായൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇടതുമുന്നണി നിൽക്കുന്നത്, LDF നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും അവരുടെ കോട്ടകൾ അന്ന് ഇളകിയിരുന്നില്ല. ഇന്ന് അവരുടെ കോട്ടകൾ എല്ലാം ഇളകി. തൃക്കരിപ്പൂര് പോയി, ഈ പറയുന്ന തളിപ്പറമ്പ്, പയ്യന്നൂർ, ഇങ്ങോട്ട് വന്നാൽ വൈക്കം, അങ്ങോട്ട് പോയാൽ ചടയമംഗലം അടക്കം അവിടെ ലീഗ് ഇടതിൻ്റെ കോട്ടയിലാണ് വലിയ ആധിപത്യം നേടിയത്. പേരാമ്പ്രയിൽ ഫാത്തിമ തെഹ്ലിയുടെ വിജയം, ഇടത് കൺവീനറെയാണ് അവിടെ പരാജയപ്പെടുത്തിയത്. എത്രയോ വർഷങ്ങളിൽ CPM മാത്രം വിജയിക്കുന്ന മണ്ഡലം. അതേപോലെ നാദാപുരം. അപ്പോൾ ഈ മണ്ഡലങ്ങളിലൊക്കെ വലിയൊരു അടിയൊഴുക്കുണ്ടായി എന്ന് പറയുമ്പോൾ ഇടതുമുന്നണിക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? അല്ല, അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ മണ്ഡലങ്ങൾ അല്ല ഇപ്പോഴത്തെ മണ്ഡലങ്ങൾ. അന്നത്തെ മണ്ഡലങ്ങൾ പൊതുവെ UDFന് കുറച്ചൊക്കെ അനുകൂലമുള്ള നിയോജക മണ്ഡലങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് 100ന്റെ പുറത്ത് വിജയം നേടുക എന്ന് പറയുമ്പോൾ അത് UDFന് സ്വാഭാവികമായി കിട്ടാവുന്ന ഒന്നായിരുന്നു. നേരെ മറിച്ച് ഈ നിയോജക മണ്ഡല പുനർവിഭജനം വന്നതിന് ശേഷം ഇടതുപക്ഷത്തിന് അനുകൂലമായ മണ്ഡലങ്ങളാണ് കേരളത്തിൽ. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ അവർക്ക് ഇത്രയും വലിയ തകർച്ച ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ശരിയായ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് തന്നെയാണത്. പൊളിറ്റിക്കലായിട്ട് അവരുടെ ഒരു ഇറോഷൻ
അവരിൽ നിന്ന് ഒരു വല്ലാത്ത ഇറോഷൻ സംഭവിച്ചത് തന്നെയാണ് എന്ന് കരുതേണ്ടി വരും. പയ്യന്നൂർ ആ റിസൾട്ടിന് എന്താ വിശദീകരണം? ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വല്ലാത്ത രാഷ്ട്രീയമായ ഒരു അടിയൊഴുക്ക് സംഭവിച്ചത് തന്നെയാണ്. അന്നത്തെ പോലെ അല്ല. ഈ 100 സീറ്റ് നേടാനുള്ള സാധ്യതയുള്ള മണ്ഡലങ്ങളായിരുന്നു. ആയിരുന്നു. ശരിയാണ്, കറക്റ്റാണ്. 2008 ശേഷം അങ്ങനെയല്ല. 2011 പോലും ഒരു പക്ഷേ 90 സീറ്റുകൾ വരെ നേടാമായിരുന്നത് 72 വന്നത് ഈ മണ്ഡല പുനർനിർണ്ണയം കാരണമാണ്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത്. എനിക്ക് ഒരു അഭിനന്ദനം കൂടി അങ്ങേക്കുള്ളത് ഈ മുസ്ലിം ലീഗിൻ്റെ സ്ട്രൈക്ക് റേറ്റാണ്. 27 ഇടങ്ങളിൽ മത്സരിച്ച് 24 ഇടങ്ങളിലാണ് വിജയിച്ചത്. ഈ വിജയങ്ങളിൽ ഏറ്റവും തിളക്കമേറിയ വിജയമായിട്ട് അങ്ങ് കണക്കാക്കുന്നത് ഇതാണ്. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയുടെ വിജയമാണോ? കാരണം അവിടെ വീഴ്ത്തിയത് സാക്ഷാൽ ഇടത് കൺവീനറെയാണ്. അല്ല, ഇത് ഞങ്ങൾ അതിപ്പോൾ തീർച്ചയായിട്ടും പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയുടെ വിജയം LDFിൻ്റെ കൺവീനറെയാണ് തോൽപ്പിച്ച് അത്രയും വലിയ ഒരു എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് അവരുടെ കോട്ടയിൽ നേടിയ വൻ വിജയമാണ്. അത് ചെറുതായി കാണുന്നില്ല. അത് വലിയ വിജയം തന്നെയാണ്. പക്ഷെ അതേപോലെ തന്നെയാണ് ഞങ്ങൾ ഈ ജോയി അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം വെച്ചാൽ എല്ലാ പഞ്ചായത്തും ലീഗിന്റെയാണ് ആ മണ്ഡലത്തിൽ. അതാണ് അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ ജോയി അവിടെ സമുദായം ഇല്ല, അതേപോലെ തന്നെ പാർട്ടി ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും പൊളിറ്റിക്കൽ ഡിസിഷനൊക്കെ എടുക്കാൻ പറ്റുന്നു, നടപ്പിലാക്കാൻ പറ്റുന്നു എന്നുള്ളതിൽ അതിലും വലിയ അഭിമാനമുണ്ട്. പിന്നെ അവിടെ പേരാമ്പ്രയിലെ വിജയത്തിൽ കേരളത്തിൽ വർഗീയത വില പോകില്ല എന്നുള്ളൊരു മെസ്സേജ് കൂടി ഉണ്ട്. അതിലൊക്കെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതായത് പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലി വിജയിച്ച് കയറുന്നത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിലല്ല, VS ജോയി വിജയിച്ച് കയറുന്നത് VS ജോയിയുടെ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിലേ അല്ല. അതൊരു മതേതര വോട്ടിന്റെ പ്രതിഫലനമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും. അതേപോലെ നേരത്തെ വാമനപുരത്ത് സുധീഷ പാലോട് വിജയിക്കുന്നു. അതെ 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 അത് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. ഇവിടെ വർഗീയത ട്രൈ ചെയ്ത് നോക്കുന്ന ആളുകളുണ്ട്. പച്ച വർഗീയത സംസാരിച്ച് പറഞ്ഞ് അത് ട്രൈ ചെയ്ത് നോക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പറ്റിയ മണ്ണല്ല കേരളം എന്നുള്ളത് ഒരിക്കൽ കൂടി ഒന്ന് തെളിയിക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ അവരൊന്ന് അടങ്ങുമല്ലോ. അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമാണ്. ഇത്തരം ആളുകളുടെ ഒക്കെ ഈ വർഗീയത പറയുന്ന ആളുകളുടെ അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നായാലും ഭൂരിപക്ഷ സമുദായത്തിൽ പച്ച വർഗീയത പറയുന്നവരെ അടക്കിയിരുത്താൻ ഈ ഇലക്ഷൻ റിസൾട്ടിന്